ഏറെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും നിസ്സാരവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിൻ്റെ മഹത്വം ഏറെക്കുറെ തൊട്ടു മുമ്പത്തെ പ്രഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബമായി ജീവിക്കുന്നവർ എന്ന നിലക്ക് കുടുംബത്തെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ സങ്കല്പങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്ത് എന്ന് പരിപൂർണമായും തിരിച്ചറിഞ്ഞിട്ട് വേണം കുടുംബ ജീവിതത്തിൽ നമുക്ക് വല്ല പോരായ്മകളും പാളിച്ചകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത്തരം സംഗമങ്ങൾ കേരളക്കരയാകെ നടന്നു വരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3 ശാഖകളിലെ ഈ സംഗമത്തിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന 2-3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന്, നമ്മളൊക്കെയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ വീട് വിട്ട് ഒന്ന് യാത്ര പോയാൽ ആ യാത്രക്കിടയിൽ നമ്മളൊരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭാര്യ വന്നില്ല, മക്കൾ വന്നില്ല എങ്കിൽ നമ്മളൊക്കെ അവരെ ഓർക്കും. നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മോൻ ഒന്നിച്ചുണ്ടായിരുന്നുവെങ്കിൽ, എൻ്റെ ഭാര്യ ഒന്നിച്ചുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് കൂടി ഈ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് നമ്മളൊക്കെ ഓർക്കും. ഇനി നമ്മളൊരു പുതിയൊരു പുതിയ സ്ഥലം കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ യാത്രക്കിടയിൽ പുതിയൊരു സ്ഥലം കാണുകയാണ്. സ്വാഭാവികമായും അപ്പോഴും നമ്മൾ ചിന്തിക്കും, ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ, കുടുംബം ഒന്നിച്ചുണ്ടായിരുന്നുവെങ്കിലെന്ന്. ഇത് മനുഷ്യ സഹജമായ ചിന്തയാണ്. വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത അധിക പേരും ഇതിലുണ്ടാവാം. സ്വാഭാവികമായും അവിടെ വെച്ച് നമ്മുടെയൊക്കെ ചിന്ത ജോലി കഴിഞ്ഞ് വീട്ടിൽ റൂമിൽ വിശ്രമിക്കാനെത്തുമ്പോൾ കുടുംബത്തെക്കുറിച്ചാണ്. അവരും ഒന്നിച്ചിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അവരോടൊപ്പം ചേർന്നിരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ കൊതിക്കുന്നതാണ്. ആ കൊതി യാഥാർത്ഥ്യമാകാൻ വേണ്ടിയാണ് അവരെ വിട്ടകന്ന് നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പലരും പോയി ജീവിക്കുന്നത്. ഈ ഒരു ആഗ്രഹത്തെ വിശുദ്ധ ഇസ്ലാം പരിപൂർണമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദർശം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇഷ്ടമുണ്ടാകുന്നവർ, ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒപ്പമുണ്ടാവണം. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മാതാപിതാക്കളെയാണ്, നമ്മുടെ ഇണകളെയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ, അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, സഹോദരങ്ങളെ ഒക്കെ നമുക്കിഷ്ടമാണ്. അവരൊക്കെ നമ്മോടൊപ്പം ചേർന്നുണ്ടാവണം. ഒരു കല്യാണമെങ്ങാനും വീട്ടിൽ വന്നാൽ ഇപ്പറഞ്ഞവരിൽ ആർക്കെങ്കിലും കല്യാണത്തിന് പങ്കെടുക്കാതെ കഴിയാതെ വന്നാൽ നമ്മളൊക്കെ സങ്കടപ്പെടും. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ. ചിലരെങ്കിലും നേരത്തെ മരിച്ചു പോയാൽ അവരെക്കുറിച്ച് ഓർക്കും നമ്മൾ, സങ്കടപ്പെടും നമ്മൾ, അവർ കൂടി ഇപ്പോഴുണ്ടായിരുന്നുവെങ്കിലും. മനുഷ്യ സഹജമായ ഈ താല്പര്യത്തെ ഇസ്ലാം മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സൂറത്ത് യാസീനിലെ 55-56 ആയത്തുകൾ, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. തീർച്ചയായും സ്വർഗവാസികൾ, സ്വർഗത്തിൽ താമസിക്കുന്നവർ അന്ന് ഓരോ ജോലിയുമായി കൊണ്ട് സുഖം അനുഭവിക്കുന്നവരായിരിക്കും. ജോലി എന്ന് പറയുമ്പോൾ ഭാരം ഉണ്ടാകുന്ന, തളർന്നു പോകുന്ന, ഖേദിച്ചു പോകുന്ന, സങ്കടപ്പെട്ടു പോകുന്നതേ അല്ല. സുഖത്തിലൂടെയുള്ള ഒരു ജോലിയാണ്, സംതൃപ്തിയോടെയുള്ള ആസ്വാദ്യകരമായ ജോലിയാണ് അവിടെ അള്ളാഹു നൽകുന്നത്. അങ്ങനെ ജോലിയിൽ വ്യാപൃതരാകുന്ന ആളുകൾ പറയുന്നു, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവരും അവരുടെ ഇണകളും തണലുകളിൽ, അലങ്കൃതമായ കട്ടിലുകളിൽ ചാരി ഇരിക്കുന്നവരായിരിക്കും സ്വർഗത്തിൽ. ആരൊക്കെ? നമ്മളും നമ്മുടെ ഇണകളും. ഭർത്താവിന് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവ്. അവസാനിപ്പിച്ചില്ല ഖുർആൻ. സൂറത്തുൽ റഅദിൽ പറയുന്നു, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ. നമ്മൾ സ്ഥിരമായിട്ട് അവിടെ താമസിക്കാൻ പോവുകയാണ്. താൽക്കാലിക ജീവിതമല്ല, ഈ ദുനിയാവിലെ നശ്വര ജീവിതമല്ല നമുക്ക് അവിടെയുള്ളത്. സമയമില്ലാത്ത
സമയമില്ലാത്ത, അതിർത്തിയില്ലാത്ത ഒരു ജീവിതം, ചിരഞ്ജീവിയാണ് നമ്മളവിടെ. ആ സ്ഥിര ജീവിതത്തിൽ സ്വർഗത്തോപ്പുകൾ, സ്ഥിരവാസത്തിനുള്ളവർക്ക് സ്ഥിരവാസമുള്ള സ്വർഗത്തോപ്പുകൾ അവരും അവരുടെ പിതാക്കളിൽ നിന്നും, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും, ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരും അതിൽ പ്രവേശിക്കുന്നതാണ്. ഇപ്പൊ നല്ല ഒരു ജീവിതം നയിച്ചാൽ നമുക്ക് നമ്മുടെ ഇണയെ അവിടെ കിട്ടും, നമ്മുടെ മക്കളെ അവിടെ കിട്ടും, നമ്മുടെ മാതാപിതാക്കളെ കിട്ടും, നമ്മുടെ സുഹൃത്തുക്കളെ കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ട ആരൊക്കെയുണ്ടോ അവരെയൊക്കെ കിട്ടും. അതിന് നല്ലവരാകണം. സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് സമാശ്വാസം, സമാധാനം. പനിയമോക്കുബദ്ദാർ, അപ്പോൾ അന്തിമ ഗൃഹം അഥവാ അവസാനത്തെ ആ ജീവിതം, ആ ലോകം, സ്വർഗീയ ജീവിതം അതെത്ര മെച്ചപ്പെട്ടതാണ് എന്ന് അന്ന് തിരിച്ചറിയും. ക്ഷമ കൈക്കൊണ്ടവർക്ക് ദുനിയാവിൽ ക്ഷമിക്കണം. ദുനിയാവിൽ ഈ വിശ്വാസമനുസരിച്ച് ജീവിക്കണമെങ്കിൽ ക്ഷമിക്കണം. അതേത് ചെറിയ കാര്യമായിരുന്നാലും ഏത് വലിയ കാര്യമായിരുന്നാലും. പലപ്പോഴും സ്വഭൈ നമസ്കാര സമയത്ത് ഇബ്ലീസ് നമ്മെ പിടികൂടും. ഇപ്പൊ പോവണ്ട എന്നൊരു ഓർമ്മ നമ്മിലുണ്ടാക്കും. അവിടെ അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുന്നു. അല്ലെങ്കിൽ ഭാര്യ നമ്മെ വിളിച്ച് ഉണർത്തുന്നു. കുടുംബം അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് വരുന്നു. ചെറിയൊരു പ്രയാസമാണ്. പല ചെറുപ്പക്കാരും പലരും എഴുന്നേൽക്കാൻ മടിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ നമസ്കാരത്തിനായി പള്ളിയിൽ വരുന്നത് അതൊരു ക്ഷമയാണ്. ഒരുപാട് രംഗങ്ങളിൽ വലിയ പരീക്ഷണങ്ങൾ നമുക്കറിയാം. നമ്മുടെ സഹോദരങ്ങൾ പലസ്തീനിൽ, ഗസയിൽ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അവർ കഴിയുന്നത്. ത്യാഗോജ്ജലമാണ് അവരുടെ ജീവിതം. അവരുടെ ജീവിതത്തിന്റെ കരുത്ത് ഈമാനാണ്. പ്രിയപ്പെട്ടവരെ, അത്തരമൊരവസ്ഥ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വരുന്ന ഈ കാലത്തും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനിയും വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരമൊരവസ്ഥയിലേക്ക് നമ്മൾ വന്നെത്തുമോ എന്ന് പറയാൻ കഴിയില്ല. ഏതൊരവസ്ഥയായിരുന്നാലും, വ്യക്തിപരമായ വിഷമമുണ്ടാകുന്ന അവസ്ഥയായിരുന്നാലും, സാമൂഹികമായ പ്രയാസമുണ്ടാകുന്ന അവസ്ഥയായിരുന്നാലും അവിടെയൊക്കെ ക്ഷമിക്കുക. പടച്ചവന്റെ തീരുമാനമാണിത്, പടച്ചവന്റെ വിധിയാണിത്. ഇവിടെ ഞാൻ ക്ഷമിച്ചാൽ ഈ നശ്വര ലോകത്ത് ചെറിയ കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചാൽ ശാശ്വതമായ ലോകത്ത് എനിക്ക് സ്വർഗമുണ്ട്, പ്രയാസരഹിതമായ ജീവിതമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യൻ അവൻ ഇവിടെ വെച്ച് ക്ഷമിക്കും. എന്തിനാ ക്ഷമിക്കുന്നത്? സ്വർഗത്തിൽ എനിക്ക്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ മക്കൾക്ക്, എന്റെ ഇണക്ക്, എന്റെ സഹോദരങ്ങൾക്ക്, എന്റെ സുഹൃത്തുക്കൾക്കൊക്കെയും ആ സ്വർഗം നേടാൻ അവിടെ മനുഷ്യൻ ക്ഷമിച്ചുകൊണ്ടിരിക്കും. ഈ ദുനിയാവിൽ നിന്ന് നമ്മളെ കുറിച്ച് പറയുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്താണ് വിവാഹം? വിവാഹ ജീവിതത്തിലൂടെയാണല്ലോ കുടുംബം ഉണ്ടാകുന്നത്. വിവാഹത്തെക്കുറിച്ച് എന്താണ് ഇസ്ലാം പറയുന്നത്? അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതെന്റെ ചര്യയാണെന്നാ പ്രവാചകൻ പറഞ്ഞത്. എന്താ പ്രവാചകന്റെ ചര്യ? പ്രവാചകന്റെ ചര്യ ഇസ്ലാമാണ്. പ്രവാചകന്റെ ചര്യ ദീനാണ്. പ്രവാചകന്റെ ചര്യ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അപ്പൊ നിക്കാഹ് എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ ചര്യ എന്ന് പറയുമ്പോൾ അത് പടച്ചവൻ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. ആരെങ്കിലും എന്റെ ചര്യ അല്ലെങ്കിൽ എന്റെ ചര്യ പിന്തുടരാത്തവൻ എന്റെ കൂട്ടത്തിൽ, ഫലൈസമിന്നി, എന്റെ കൂട്ടത്തിൽ പെട്ടവനെ അല്ല. എന്ന് വെച്ചാൽ വിവാഹ ജീവിതം അത് കഴിയുന്ന ആളുകൾ ഏറ്റെടുത്തേ തീരൂ. വിവാഹരഹിതനായ ഒരു സന്യാസിയായി ഒറ്റയ്ക്ക് കഴിയേണ്ടവനല്ല ഓരോ മനുഷ്യരും എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വിവാഹം കഴിക്കണം, അത് പ്രവാചക ചര്യയാണ്, അത് ദീനാണ്, അത് ഇസ്ലാമാണ്. അതിലൂടെ സന്തതി പരമ്പര ഉണ്ടാവണമെന്ന് ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയാണ്, മൻ തസവ്വജ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ. ഒരു യുവാവ് വിവാഹം കഴിക്കുമ്പോൾ അവൻ തന്റെ ദീനിന്റെ പകുതി പൂർത്തിയാക്കി. ഒരുവൻ വിവാഹം കഴിക്കുമ്പോൾ ദീനിന്റെ പകുതി, മതത്തിന്റെ പകുതി, ഇസ്ലാമിന്റെ പകുതി അതോടുകൂടെ പൂർത്തിയായി. എന്നിട്ട് ബാക്കി അവൻ തഖ്വ അനുസരിച്ചുള്ള ജീവിതം കൈയാളുക എന്നുള്ളതുമാണ്. ഇപ്പം വിവാഹം എന്നുള്ളത്, കുടുംബജീവിതം നയിക്കുക എന്നുള്ളത് മതമാണ്, ഇസ്ലാമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം അറിയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, അർറജുലു റാഇൻ ഫീ അഹ്ലിഹി.
ഓരോ മനുഷ്യർക്കും ചുമതലകളുണ്ട്, കടമകളുണ്ട്. ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ കടമ തന്റെ അഹലുകാർക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കലാണ് ഓരോ യുവാവിന്റെയും പുരുഷന്റെയും കടമ. വഹുവ മസ്ഊലുൻ അൻ റഅയ്യത്തിഹി. ആ കടമ നിർവഹിച്ചില്ല എങ്കിൽ അവൻ പടച്ചവനോട് സമാധാനം പറയേണ്ടി വരും. ഇപ്പൊ കുടുംബം എന്നുള്ളത്, കുടുംബത്തെ പോറ്റുക എന്നുള്ളത് ഭാര്യക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്കൊക്കെ തന്റെ സംരക്ഷണത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മറ്റാവശ്യങ്ങൾ, വിദ്യാഭ്യാസം പോലുള്ള സൗകര്യങ്ങൾ, മക്കളെ കല്യാണം കഴിപ്പിക്കുന്നത് പോലെയുള്ള ദൗത്യങ്ങളൊക്കെയും പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് അല്ലെങ്കിൽ പുരുഷൻ നിർവഹിക്കണം. മതമാണത്. അത് പടച്ചവങ്കിൽ നിന്നും പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സത്യസന്ധരായ ആളുകൾ, അല്ലാഹുവിൽ തൃപ്തിലാക്കാക്കിക്കൊണ്ട് ജീവിക്കുന്നവൻ, അല്ലാഹുവിന് തൃപ്തിലാക്കാക്കി കുടുംബവുമായി ജീവിക്കുന്നവൻ, അവൻ പ്രാർത്ഥിക്കും എങ്ങനെയാ? എന്റെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ തരേണേ. മനുഷ്യരാണ് വാക്കുകളിൽ, പെരുമാറ്റത്തിൽ, പ്രവർത്തനത്തിൽ ഒക്കെ തന്നെയും തൃപ്തികരമല്ലാത്തതൊക്കെ സംഭവിച്ചേക്കാം. പോരായ്മകൾ ഉണ്ടായേക്കാം. ശാരീരികമായ പോരായ്മകൾ, മാനസികമായ പോരായ്മകൾ, സാമ്പത്തികവും അല്ലാത്തതുമായ പോരായ്മകൾ, അതൊക്കെ പരിഹരിച്ച് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. ഇല്ലെങ്കിലും ക്ഷമിക്കണം. എന്നിരുന്നാലും അവരിലൂടെ എനിക്ക് കൺകുളിർമ ലഭിക്കണം, അവരിലൂടെ എനിക്ക് സ്നേഹം ലഭിക്കണം, അവരിലൂടെ ഞാൻ സമാധാനം കണ്ടെത്തുന്നവനാകണം. പ്രാർത്ഥിക്കണം പടച്ചവനോട്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. വരുന്ന തലമുറകളുണ്ട്, ഒരുപാട് ആളുകൾ പല ഭാഗങ്ങളിലുമായി ജീവിക്കുന്നുണ്ട്. വരുന്ന തലമുറക്കൊക്കെയും ഞാനും എൻ്റെ മക്കളും എൻ്റെ സന്തതികളും ഒക്കെയും മാതൃകയായി തീരണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമ്മളും വിശ്വാസികളും പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ഈ ദുനിയാവിൽ സമാധാനത്തോടെ ജീവിച്ച് സമാധാനത്തോടെ മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതേ ജീവിതവും അതേ മരണവും നമ്മുടെ മക്കൾക്കും വേണം. സൂചിപ്പിച്ചതുപോലെ ഗസയിലെ അവസരം, അല്ലെങ്കിൽ ഗസയിലെപ്പോഴുണ്ടാകുന്ന സാഹചര്യം അതിവിടെ ഉണ്ടാവരുത്. നമുക്ക് ശേഷവും നമ്മുടെ മക്കൾ സമാധാനത്തോടെ കഴിയണം. അതിനാണല്ലോ നാം വീടൊരുക്കുന്നത്, അതിനാണല്ലോ ഇത്തിരി സമ്പാദ്യമൊക്കെ നമ്മൾ കരുതുന്നത്. മക്കളും സമാധാനത്തോടെ ജീവിക്കണം. പോരാ, അവർ വരും തലമുറകൾക്കൊക്കെയും മാതൃകയാവണം. നാളെ ആ മക്കൾ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ വിഭവമായി, അനുഗ്രഹമായി തീരണം. ഇപ്പൊ മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ മക്കളും പിതാവും തമ്മിലുള്ള ബന്ധം എത്ര ശക്തമാണ്, സുദൃഢമാണ്. എൻ്റെ മോനെക്കുറിച്ച് എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ മോളെക്കുറിച്ച് എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ അത് ദുനിയാവിൽ മാത്രം അവസാനിപ്പിക്കുന്നതല്ല. ഇവിടെ അവൾ സുഖമായി കഴിയട്ടെ, പരലോകത്ത് എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിക്കുന്നവനല്ല ഞാൻ, എന്ന് ചിന്തിക്കുന്നവരല്ല നിങ്ങളും. ഒരു പിതാവിനും ഒരു മാതാവിനും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അതുപോലെ ഓരോ മാതാവും ഓരോ പിതാവും ആഗ്രഹിക്കും മക്കളെ അവിടെ ഒന്നിച്ച് കിട്ടിയിരുന്നുവെങ്കിൽ. ഓരോ മക്കളും ആഗ്രഹിക്കും എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും അവിടെ ഒന്നിച്ച് കിട്ടിയിരുന്നുവെങ്കിൽ. നോക്കണം നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? ഖലീലുല്ലാഹ്, പടച്ചവന്റെ സുഹൃത്ത്, പടച്ചവന്റെ ഫ്രണ്ട് എന്ന് പടച്ചവൻ പരിചയപ്പെടുത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് ത്യാഗോച്ചരമായ മാതൃക കാണിച്ച മഹൽ വ്യക്തിത്വം. ആ മഹൽ വ്യക്തിത്വത്തിന്റെ പിതാവാരാ? പിതാവ് വിഗ്രഹം ഉണ്ടാക്കി അത് വിൽപ്പന നടത്തി ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുന്ന ഒന്നാം നമ്പർ മുശ്രിക്കായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പലപ്പോഴും പിതാവിനോട് ഉപദേശിച്ചു, പഠിപ്പിച്ചു കൊടുത്തു, അത് ഒഴിവാക്ക്. ഇബ്രാഹിം നബിയുടെ ആ ഉപദേശത്തെ പിതാവ് വലിച്ചെറിഞ്ഞു, അവഗണിച്ചു. അവസാനം ദുനിയാവിൽ നിന്ന് പിതാവ് പിരിഞ്ഞുപോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും പിരിഞ്ഞുപോയി. നാളെ മഹ്ശറയിൽ അവർ ഒന്നിച്ചു കൂടും. അപ്പോൾ എന്താണ് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: യൽഖാ ഇബ്രാഹിം അബാഹു ആസറ യൗമൽ ഖിയാമത്തി വഅലാ വജ്ഹി ആസറ
ഖതറത്തുൻ വഇബ്റത്തുൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് പരലോകത്ത് വെച്ച് ഇബ്രാഹിം നബി അദ്ദേഹത്തെ കണ്ടുമുട്ടും. അയാളുടെ മുഖം കരുവാളിച്ചതായിരിക്കും, പൊടി പുരണ്ടതുമായിരിക്കും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അലം അഖുല്ലക ലാ തഅസിനി, എന്റെ പിതാവേ, ഞാൻ അന്നേ നാട്ടിൽ നിന്ന് ലോകത്ത് നിന്ന് പറഞ്ഞതല്ലേ, ഞാൻ പറയുന്ന ഈ സത്യവിശ്വാസം നിങ്ങൾ അംഗീകരിക്കണേ, അതിനെ നിങ്ങൾ അവഗണിക്കരുതേ. അങ്ങനെ നിങ്ങൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്ത് നമുക്ക് രക്ഷ കിട്ടുമായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ് പറയാണ്, ആസർ എന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു അയാളുടെ പേര്. ഫയഖൂലു അബൂ വൽയൗമ ലാ അസൈക, മോനെ, ഇനി എനിക്കൊരു വാശിയില്ല, നീ പറയുന്നതിനെ എതിർത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല, ഞാൻ നിന്നെ തോൽപ്പിക്കാൻ രംഗത്ത് വരുന്നില്ല, ഞാൻ നിസ്സഹായനാണ്, ഞാൻ പത്തിമടക്കിയിരിക്കുന്നു, എനിക്ക് രക്ഷ വേണമെന്ന് ആ വാക്കുപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ പിതാവ് കേഴുകയാണ്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിലെ കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിൽ പടച്ചവനോട് ആവശ്യപ്പെട്ടിരുന്നു, നാളെ പരലോകത്ത് എന്നെ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതേ എന്ന്. ആ കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വെച്ച് പടച്ചവനോട് വീണ്ടും പറയാണ്, ഞാൻ ചോദിച്ചില്ലായിരുന്നോ, ഞാൻ അപേക്ഷിച്ചില്ലായിരുന്നോ എന്നെ അപമാനിക്കരുതേ എന്ന്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, എന്റെ പിതാവിതാ നിസ്സഹായനായി തോറ്റ് പത്തി മടങ്ങി നിൽക്കുകയാണ് എന്റെ മുന്നിൽ, നരകത്തിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. പിതാവ് അങ്ങനെ അവസ്ഥയിലേക്ക് വരിക എന്നുള്ളത് മകനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന കാര്യമല്ലേ? അതുകൊണ്ട് അള്ളാഹുവേ എന്നെ സഹായിക്കണേ എന്ന് വെച്ചാൽ എന്റെ പിതാവിനെ രക്ഷപ്പെടുത്തണേ എന്നാണ് പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ മറുപടിയാണ് അള്ളാഹു മറുപടി പറയാണ്. എന്താ മറുപടി പറയുന്നത്? ആരോടാ പറയുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ്. ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇബ്രാഹിമേ, കാഫിറുകളെ, സത്യനിഷേധികൾക്ക് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. സ്വന്തം ഉപ്പയെ എന്നിട്ട് ഇബ്രാഹിം നബി മനുഷ്യരൂപത്തിൽ നിന്ന് മാറ്റി മറ്റൊരു മൃഗത്തിന്റെ രൂപത്തിലാക്കി നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഹദീസിൽ പറയാ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചു നമുക്കൊക്കെയും സ്വർഗത്തിൽ പോകണം, ഉപ്പ വേണം, ഉമ്മ വേണം, എല്ലാവരും വേണം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തന്റെ പിതാവിനെ കിട്ടൂല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവം നമുക്കറിയാം. അബൂ താലിബ് എന്ന മൂത്താപ്പ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും സഹായവും അഭയവും നൽകിയ അബൂ താലിബിന് സ്വർഗമില്ല. പ്രവാചകൻ ഒരുപാട് കൊതിച്ച് ഒന്ന് ഷഹാദത്ത് ചൊല്ലാൻ അവസാന നിമിഷങ്ങളിൽ ചൊല്ലാൻ കഴിഞ്ഞില്ല. കാരണം വിശ്വാസിയായിരുന്നില്ല, സ്വർഗമില്ല. പ്രവാചകനെ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. ഇതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ വേറെയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ സ്വന്തം മോന് നേരത്തെ നമ്മൾ പറഞ്ഞ എനിക്ക് ഞാൻ മാത്രമല്ല എൻ്റെ മോനും സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര കാലാദാവത്ത് നടത്തിയത്? 950 വർഷക്കാലം എന്ന് പറഞ്ഞാൽ 10 തലമുറകളോളം ദാവത്ത് നടത്തിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സ്വന്തം മകനെയും ഭാര്യയെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ വിശ്വാസികളായില്ല. അവസാനം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കി അതിൽ അഭയം തേടി. കപ്പലിൽ നിന്ന് ആ കപ്പൽ ചേർന്നവരൊക്കെയും രക്ഷപ്പെട്ടു പോകാനുള്ള നിർദ്ദേശം അള്ളാഹുവിൽ നിന്നുണ്ടായി. ആ സന്ദർഭത്തിൽ അതാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനെ കാണുന്നു, മോനെ വിളിക്കുകയാണ്. യാ ബുനയ്യ ഇർകബ് മാനാ വലാ തകും മഅൽ കാഫിരീൻ.
നീ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോവല്ലേ, കേറിക്കോ കേറിക്കോ മോനെ എന്ന്. നമ്മുടെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ എത്രമാത്രം പ്രയാസപ്പെടും, മോനെ ഒന്ന് കിട്ടാൻ അങ്ങനെ ആഗ്രഹിച്ചു. മോൻ പറഞ്ഞു, ഇല്ലപ്പാ ഉപ്പ പോയിക്കോ, ഞാൻ ഈ മലക്ക് മുകളിൽ കയറി നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാം. പക്ഷേ ആ പ്രളയം ആ മലയെയും തകർത്തെറിഞ്ഞു. മലക്ക് മുകളിൽ അഭയം തേടിയ മകനടക്കം ചിതറിപ്പോയി, മരിച്ചുപോയി. രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, വനാദാ നൂഹും റബ്ബുഹു ഫഖാല റബ്ബി ഇന്ന ഇബ്നി മിൻ അഹ്ലി. എന്റെ മോന്, എന്റെ അഹലുകാരൻ, എന്റെ കുടുംബക്കാരൻ, എന്റെ രക്തം, ആ രക്തത്തെ എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് തരൂ എന്ന രീതിയിൽ രോദനം കൊണ്ടു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചോൻ പറഞ്ഞ മറുപടി എന്നറിയോ? ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. അല്ല, എന്റെ മോനല്ല, നിന്റെ മകനല്ല അവൻ. നിന്റെ മകനായിരുന്നുവെങ്കിൽ നിന്നെ അനുസരിക്കണമായിരുന്നു. ഫിസിക്കലി മകനാണ്, പക്ഷേ അനുസരിച്ചില്ല ഒരു കാര്യത്തിലും. അതുകൊണ്ട് നീ അവനെ മകനായി പരിഗണിക്കേണ്ടതില്ല. നരച്ചു സ്വന്തം മകൻ കൺമുമ്പിൽ വെച്ച് ചിതറി മരിച്ച് നരകത്തിന്റെ അവകാശിയായി പോവുകയാണ് നൂഹ് എന്ന പ്രവാചകന്റെ അനുഭവമാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്കും ആ ഒരു ഗതി വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? നമ്മുടെ മക്കൾക്കും അത്തരത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവരുത്. അപ്പോ സ്വർഗത്തിൽ നമ്മുടെ മക്കൾക്ക് എത്തിച്ചേരാൻ കഴിയണം. എങ്ങനെയാ എത്തിച്ചേരുക? وإذ قال لقمان لابنه وهو يعلم يا بني لا تشرك بالله. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനെ ഉപദേശിക്കുകയാണ്, എന്റെ പൊന്നുമോനെ, എന്റെ കരളിന്റെ കഷ്ണമേ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ. ഇന്ന ശിർക ലദുലുമുൻ അദീം. ശിർക്ക് എന്നുള്ളത്, പങ്കു ചേർക്കുക എന്നുള്ളത് വലിയ അക്രമമാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് മോനെ ഉപദേശിക്കുക. പടച്ചവനിൽ പങ്കു ചേർക്കാതെ ജീവിക്കുന്നവർക്ക് സ്വർഗമുള്ളൂ. അത് മനസ്സിലാക്കിയവരാണ് നമ്മൾ മുജാഹിദുകൾ. നമ്മോടത് പറയണമെന്നില്ല, അതിന്റെ എല്ലാ വശവും മനസ്സിലാക്കിയവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ മക്കൾ ദുനിയാവിൽ പുതിയ കാലത്ത് ജീവിക്കുന്ന, പ്രയാസം എന്തെന്നറിയാതെ ജീവിക്കുന്ന മക്കൾക്ക് ഇതെത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കണം. ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണെന്ന് അവരെ വ്യക്തമായി ബോധിപ്പിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? അവരും വേണ്ടേ നമ്മോടൊപ്പം സ്വർഗത്തിൽ? വേണം, മക്കളും സ്വർഗത്തിലെത്തണം. ഇപ്പൊ ശിർക്ക് എന്താണ് എന്ന് അവരെ പഠിപ്പിക്കണം. ആരാധനക്കർഹൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഉലൂഹിയത്ത്, റുബൂബിയത്ത്, അസ്മാഉ സിഫാത്ത്, ഇതിലൊക്കെയും വ്യക്തമായ ബോധനം നൽകിയ മതമാണ് ഇസ്ലാം. അതിലൊന്നും ഒരു പോറലുമേൽക്കാതെ അതൊക്കെയും കൃത്യതയോടെ, കണിശയോടെ മനസ്സിലാക്കി നമ്മൾ ആ മനസ്സിലാക്കൽ അവർക്കും പകർന്നു കൊടുക്കണം. എത്ര ക്ലേശം സഹിച്ചാലും പകർന്നു കൊടുക്കണം. നമ്മളൊരു മകനെ വലിയ വിദ്യാഭ്യാസം നൽകി ഉന്നതമായ ജോലിയിലേക്ക് എത്തിക്കാൻ ഒരുപാട് പണം ചെലവഴിക്കുന്നു. പല രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ച് പഠിപ്പിക്കുന്നു. ത്യാഗപൂർണമായ പഠനം അവർക്ക് നൽകാൻ വേണ്ടി, ഇല്ലേ? നമ്മൾ ത്യാഗം സഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും വലിയ ത്യാഗം അത് ചെയ്യണം. പക്ഷെ അതിനേക്കാളും വലിയ ത്യാഗം സഹിക്കേണ്ടത് ഈ വിഷയത്തിലാണ്. തൗഹീദ് പറയുമ്പോൾ അവൾ ചിരിച്ചേക്കാം, തൗഹീദ് പറയുമ്പോൾ അവർ കളിയാക്കിയേക്കാം. ഇതെന്താണ് വാപ്പാ ഇങ്ങനെ, ഇതെന്താണ് വാപ്പാ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് നമ്മളെ തമാശയിലൂടെ കണ്ടേക്കാം. പക്ഷേ എത്ര തമാശയായി അവരതിനെ കണ്ടാലും നമ്മൾ ഗൗരവത്തോടെ അവരുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വാസം എത്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, സ്വർഗത്തിൽ അവരെയും കിട്ടുകയുള്ളൂ. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ഈ ലോകത്ത് ജീവിക്കേണ്ടുന്ന കുറേ മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ തൗഹീദ് സംബന്ധമായ മറ്റ് കാര്യങ്ങളിലേക്ക് ഒരുപാട് ഖുത്ബകളിലും പ്രഭാഷണങ്ങളിലും കേട്ട വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പയ്യോളി ഭാഗത്തൊക്കെ നെടുവുള്ളാൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കുറ്റിച്ചൂടാൻ അങ്ങനെ അതുകൊണ്ട് ഇവിടെ പറയുന്നില്ലേ, കുമൻ. രാത്രി കാലങ്ങളിൽ കൂവുന്ന, എന്താ പറയുക, പേര് പറഞ്ഞ്, രാത്രി ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ശബ്ദം പുറപ്പെടുവിക്കും. നമുക്കൊരു ഭയമില്ല. ഈ കുറ്റിച്ചൂടാനെങ്ങാനും രാത്രി ഒന്ന് മൂങ്ങിയാലൊന്ന് കരഞ്ഞാൽ നമുക്ക് ഭയമല്ലേ? സ്ത്രീകൾ പ്രത്യേകിച്ചും വീടിന്റെ വാതിലടച്ച് ചെവി പൊത്തി വേണമെങ്കിൽ 2-3 ശാപവാക്കും
ഉച്ചരിച്ചിരിക്കും. എന്താ അതിന്റെ പേര് പറയാ? റൂഹാങ്കിളിയാ? റൂഹാങ്കിളി, കറക്റ്റ്. പേര് തന്നെ റൂഹാങ്കിളി. എന്തോ ഒരു ആപത്ത് അറിയിക്കുകയാണെന്ന വിചാരം. ഒരു മരണവാർത്ത കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന് മരിക്കും, അടുത്ത ദിവസം അടുത്ത സമയം മരിക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് കരച്ചിന്റെ പിന്നിൽ എന്നൊരു ഭയം നമ്മളൊക്കെ വിശ്വസിപ്പിച്ചു വെച്ചിട്ടുണ്ട് മുൻപേ. ഈ ഒരു വിശ്വാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൗഹീദിൽ അടിയുറച്ച ആളുകൾ, തൗഹീദിൽ അടിയുറച്ച വ്യക്തികൾ, കുടുംബങ്ങൾ, അവരുടെ ഇണകൾക്കോ അവരിൽപ്പെട്ട മക്കൾക്കോ പെൺമക്കൾക്കോ ആൺമക്കൾക്കോ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു ചിന്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തൗഹീദുണ്ട് ഇങ്ങനെയുമുണ്ട് എന്ന രീതിയിലൊരു ഭയം, നേരത്തെ ഒരു ഭയം ആ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൗഹീദ് പൂർണ്ണമല്ല. നമുക്ക് സ്വർഗം ലഭിക്കുമോ എന്നത് കാര്യത്തിൽ നമ്മൾ സംശയിക്കണം. അങ്ങനെയാണ് ഇസ്ലാം. ഇസ്ലാം കൃത്യമാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഇസ്ലാം ആ ആദർശത്തിൽ തയ്യാറല്ല. അള്ളാഹുവാണ് ഇസ്ലാം നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് എഴുതി ചേർക്കാൻ, നമ്മുടെ ഇഷ്ടമനുസരിച്ച് വ്യത്യാസങ്ങളിൽ വ്യതിചലനം വരുത്താൻ അധികാരമില്ല, അവകാശമില്ല. റൂഹാങ്കിളിയുടെ കരച്ചിൽ കേട്ട് ആർക്കെങ്കിലും ഒരു ഭയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്ലാം വിരുദ്ധമായ ഭയമാണ്. പടച്ചവന്റെ അനുഗ്രഹമായ സ്വർഗം നഷ്ടപ്പെടും എന്ന ഒരു ഭയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ അദുവ, പകരുന്ന രോഗങ്ങൾ, അതായത് പകർച്ചവ്യാധി, അതായത് രോഗാണുക്കളിലൂടെ വൈറസിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളുണ്ട്. അല്ലാതെ വേറെ ഏതെങ്കിലും അദൃശ്യമായ രീതിയിൽ, ഈ രീതിയിൽ പക്ഷികൾ വഴി അല്ലെങ്കിൽ പിശാച് വഴി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അഭൗതികമായ രീതിയിൽ ഏതോ രോഗങ്ങൾ ഉണ്ടാകുമെന്നും പകരുമെന്നുമുള്ള ആ വിശ്വാസം തെറ്റാണ്. പ്രവാചകൻ പറയുകയാണ്, ലാ അദുവ, അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ ഒരു പകർച്ചയില്ല. വലാ തിയറത്ത, ശകുനം നോക്കലില്ല. അക്കാലത്ത് മുശ്രിക്കുകൾക്കിടയിൽ ഒരു പക്ഷിയെ പറത്തിവിട്ട് വലതുഭാഗത്ത് പോവുകയാണെങ്കിൽ ഇന്നാലിന്ന കാര്യം നടക്കും, ഇടതുഭാഗത്തേക്കാണ് പോകുന്നെങ്കിൽ ഇന്നാലിന്ന കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ നടക്കില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. അത്തരത്തിൽ ശകുനം നോക്കുന്ന ഏർപ്പാട് ഇല്ല എന്ന് പ്രവാചകൻ അസന്നിഗ്ധമായി പറയുകയാണ്. വലാ തിയറത്ത, ശകുനം നോക്കലില്ല. വലാ സഫറ എന്താണ്? സഫർ മാസത്തിൽ കല്യാണം വേണ്ട, യാത്ര വേണ്ട, മറ്റ് നല്ല ഉദ്ദേശങ്ങളും കാര്യങ്ങളൊന്നും നടത്തേണ്ടതില്ല എന്നൊരു ചിന്ത നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലർ അതൊക്കെയുണ്ട്. സഫർ മാസം എന്തോ ഒരു പ്രയാസമുണ്ടാക്കുന്ന മാസമാണ്, ഏതോ ഒരു ശകുനം പിടിച്ച മാസമാണ്, നഹസിന്റെ മാസമാണ്. പ്രിയപ്പെട്ടവരെ, അത് ഇസ്ലാമല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഫർ മാസത്തിൽ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്താൽ ഗുണം പിടിക്കില്ല എന്ന രീതിയിലുള്ള വിശ്വാസം വേണ്ട എന്ന് പ്രവാചകൻ പറയാണ്. വലാഹാമത്ത, ഞാൻ നേരത്തെ പറഞ്ഞ റൂഹാങ്കിളി അത് തന്നെ. വലാഹാമത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാമ അഥവാ റൂഹാങ്കിളി, അതിനെക്കുറിച്ചുള്ള ഭയവും വേണ്ട. അക്കാലത്തും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഭയം വേണ്ട. ഇന്നും പല ആളുകൾക്കിടയിലും ഈ വിശ്വാസമുണ്ട്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നേർത്ത രീതിയിലെങ്കിലും അത് ഉണ്ടെങ്കിൽ നമ്മുടെ തൗഹീദ് പൂർണ്ണമല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ നമുക്കറിയാം, പ്രയാസകരമായ സന്ദർഭമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ, അസുഖമുണ്ടാകുമ്പോൾ തൊട്ട് മുമ്പത്തെ തലമുറക്കെയും ഏരസ് കെട്ടി ഉറക്ക് കെട്ടിക്കൊണ്ടായിരുന്നു ശമനം പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നും അത് നടക്കുന്നുണ്ട്. ഒരു കച്ചവടം പോലെ പുരോഹിതന്മാർ അത് നടത്തി കൊടുക്കുന്നുമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ സന്ദർശിച്ചു. ആ രോഗിയുടെ അടുത്ത് പോയപ്പോൾ കയ്യിൽ ഒരു നൂല് കെട്ടിവെച്ചിരിക്കുന്നു. അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉടനെ അത് പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ലൗ മുത്തബഹു അലൈക്കമാ സ്വല്ലൈത അലൈക്. രോഗിയാണ്, പ്രയാസകരമായ അസുഖം ബാധിച്ച് കിടക്കുകയാണ്. ആ മനുഷ്യനോട് പറയുകയാണ്, ഇത് കെട്ടിക്കൊണ്ടാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ നിന്റെ ജനാസ നമസ്കരിക്കില്ല. അത്രമേൽ ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ പ്രവാചകൻ നമസ്കരിച്ചില്ല.
എന്നാൽ മറ്റുള്ളവരോട് നമസ്കരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. അപ്പോ ആത്മഹത്യയേക്കാൾ ഗൗരവതരമാണ് ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നൂല് കെട്ടുന്നത്, ഉറുക്ക് കെട്ടുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു. സമൂഹത്തിൽ അതില്ലേ? ഇല്ല എന്നാർക്കെങ്കിലും പറയാൻ കഴിയോ? നമ്മുടെ സമൂഹത്തിൽ അതുണ്ട്. പല പള്ളികളും കേന്ദ്രമായി ഏലസ് കെട്ടി കൊടുക്കുന്നുണ്ട്, പല പരസ്യങ്ങളും കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ അറിയണം, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ഈ മനുഷ്യൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ നൂല് വെച്ച് കെട്ടി നിന്റെ മയ്യത്ത് ഞാൻ നമസ്കരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഖുർആൻ കൂടി പാരായണം ചെയ്യുന്നുണ്ട്. ഖുർആൻ വചനം വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്താണ്. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അധിക പേരും വിശ്വസിക്കുന്നത് എങ്ങനെയാ? ശുദ്ധമായ തൗഹീദിന്റെ വഴിയിലല്ല. ഇത്തരം നേർത്തതെന്ന് നമുക്ക് തോന്നുന്ന അന്ധവിശ്വാസങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അതാണ് ശിർക്ക്, മുശ്രിക്കാകാനുള്ള വഴിയാണത് എന്ന് ഖുർആൻ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉഖബ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം. പ്രവാചകൻ അരുളി, മൻ തഅല്ലഖ തമീമതൻ ഫലാ അതമല്ലാഹു ലഹു. ആരെങ്കിലും ശരീരത്തിൽ ഇപ്പറഞ്ഞ ഉറക്ക് അഥവാ ഏലസ് കെട്ടിയാൽ അള്ളാഹു അവനിൽ രോഗശമനം പൂർത്തീകരിക്കാതിരിക്കട്ടെ എന്നാ പ്രവാചകൻ പറഞ്ഞത്. രോഗം മാറുമെന്ന് കരുതിയിട്ട് നൂല് കെട്ടി നടക്കുന്നവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അവന്റെ രോഗം മാറാതിരിക്കട്ടെ എന്നാണ്. വമൻ തഅല്ലഖ വദഅതൻ ഫലാ വദഅല്ലാഹു ലഹു. ആരെങ്കിലും രക്ഷാകവടി കെട്ടിയാൽ അള്ളാഹു അവന്റെ അസുഖം ഭേദമാക്കാതിരിക്കട്ടെ. പ്രവാചകൻ പറഞ്ഞത്. എന്നിട്ടും നമ്മുടെ ആളുകൾ, നമ്മുടെ പണ്ഡിതന്മാർക്ക് പിന്നാലെ പോവുകയാണ്. ചില പണ്ഡിതന്മാർക്ക് പിന്നാലെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി, ഇത്തരം അന്ധവിശ്വാസങ്ങൾ ചേർത്ത് പിടിക്കാൻ വേണ്ടി. ഇസ്ലാം മതത്തിൽ ജ്യോത്സ്യന്റെ സമ്പ്രദായമൊന്നുമില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും ഒന്ന് ഭാവി അറിഞ്ഞെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. ലോട്ടറി എടുക്കുന്ന ആളുകളില്ലേ നമുക്കിടയിൽ? അനർഹമായ രീതിയിൽ പണം നേടാൻ, അനർഹമായ രീതിയിൽ മറ്റ് ജീവിതം കൈയാളാനുള്ള ചിന്തകൾ. പ്രിയപ്പെട്ടവരെ അറിയണം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അതാ കാഹിനൻ ഔ സാഹിറൻ ഫസദ്ദഖ ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യനെയോ ഒരു മാരണക്കാരനെയോ അവന്റെയോ അടുക്കൽ പോയി അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ, ഒരു സിഹിർ ചെയ്യുന്നവന്റെ, ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് അയാൾ പറയുന്നത് നേർത്ത തോതിലെങ്കിലും ഒരു വിശ്വാസം, നിനക്ക് ഇന്നാലുന്ന വയസ്സിൽ ഇന്നാലുന്ന പ്രയാസം വരും, ഒരു വിഷമം, നിനക്ക് ഇന്നാലുന്ന പ്രായമാകുമ്പോൾ ഇത്ര സൗഭാഗ്യം വരും, അത് കാത്തിരിക്കും. അങ്ങനെ നേർത്ത വിശ്വാസമെങ്കിലും ഇപ്പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിൽ അവിശ്വസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകനിൽ ഇറങ്ങിയത് എന്താ? ഖുർആനാണ്, ഇസ്ലാമാണ്, ഈ മതമാണ്. അതിൽ അവിശ്വസിച്ചിരിക്കുന്നു അത്തരം മൂഢവിശ്വാസം പുലർത്തുന്നവൻ. മാത്രമല്ല, മൻ അതാ കാഹിനൻ ലം തഖ്ബൽ ലഹു സ്വലാത്ത 40 യൗമാ. അത്തരക്കാരുടെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇത്തരത്തിൽ എന്തെന്ത് വിശ്വാസങ്ങളുണ്ട്. ഒരുപാട് വിശ്വാസങ്ങൾ വീടുമായി ബന്ധപ്പെട്ട്. വാസ്തുനോട്ടം, കന്നിമൂല, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂം അല്ലെങ്കിൽ മറ്റ് രീതിയിലൊന്നും വീടുണ്ടാക്കരുത് എന്ന് ആരെങ്കിലും പറയുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോവുകയാണ്. ഉണ്ടാക്കിയ വീട് പൊളിക്കുകയാണ്, ബാത്റൂം പൊളിക്കുകയാണ്. അപകടമാണ് ഈ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. കന്നിമൂല വിശ്വാസം വലിച്ചെറിയേണ്ട വിശ്വാസമാണ്. അതുപോലെ കുറ്റിയടിക്കാനും കട്ടിട വെക്കാനും ഒക്കെയുള്ള രീതികൾ വീടൊക്കെ എടുക്കുന്നവരല്ലേ നമ്മൾ. മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തവരാണ് നമ്മൾ പലരും. നമ്മളെ വീടെടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വീടിനൊരു കട്ടില വെക്കുന്നതാവട്ടെ, ഒരു തറക്ക് കല്ല് വെക്കുന്നതാവട്ടെ, നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉപ്പയോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ചെയ്താൽ മതി. അതിന് പണ്ഡിതന്മാർ വേണ്ട, തങ്ങന്മാർ വേണ്ട, ഇത്തരത്തിലുള്ള ആചാര്യമാർ, വലിയ വലിയ ഇതെന്ന് തോന്നുന്ന ആളുകളൊന്നും വിളിക്കേണ്ടതില്ല. അവരുടെ പ്രാർത്ഥനകളും അവരുടെ ദിക്റുകളും അവരുടെ ഈ രീതിയിൽ
രീതിയിലുള്ള പൂജകളൊന്നും ചെയ്യാത്ത രീതിയിലാണ് പടച്ചവന്റെ തൃപ്തി ലഭിക്കുന്ന വീട് നാം എടുക്കേണ്ടത്. ഒരുപാട് വിശ്വാസങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ തൗബ ചെയ്യണം. അങ്ങനെ പെട്ടുപോയവർ തൗബ ചെയ്യുകയും പുതിയ കാലത്തെ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ അത്തരത്തിലുള്ള ഒന്നും വരാത്ത രീതിയിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ മനസ്സിലാക്കേണ്ടുന്ന വിശ്വാസങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, സമയം അതിക്രമിച്ചു. 6 മണിയായി, നമസ്കാരത്തിന് കുറച്ചുകൂടി സമയമേ ഉള്ളൂ. പപ്പായ മരം വീടിന് മുകളിലേക്ക് വന്നാൽ അപകടമാണ് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കേട്ട് കേൾവിയുള്ള വിശ്വാസമാണ് ഇതൊക്കെ. കട്ടിലപ്പടിയിൽ ഇരിക്കരുത്, സന്ധ്യക്ക് അരക്കല്ലിൽ അമ്മിയിൽ അരക്കരുത് പോലുള്ള മൂഢവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന മുസ്ലിം സഹോദരിമാർ, മുസ്ലിം ഉമ്മമാർ, മുസ്ലിം ഉമ്മാമമാർ ഇന്നുമുണ്ട് പ്രിയപ്പെട്ടവരെ. എങ്കിൽ എത്ര അപകടകരമാണ് അവർ വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാം എന്ന് നാം തിരിച്ചറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തുൽ ഹദീദിൽ, മാ അസാബം മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാ ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ ഒരാപത്തും ബാധിക്കുകയില്ല. അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് അതൊരു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. പടച്ചവനാണ് നമുക്ക് ആപത്ത് തരുന്നത്, പടച്ചവനാണ് നമുക്ക് പ്രയാസം നൽകുന്നത് പരീക്ഷണത്തിന്റെ ഭാഗമായി. അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. പിന്നെ പുതിയ തന്ത്രങ്ങളിലൂടെ പുതിയ രീതിയിൽ ഈ ഉറക്കുകെട്ടി അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങളിലൂടെ അത്തരം ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ അത് മൂഢമായ വിശ്വാസമാണ്, അത് ഇസ്ലാം വിരുദ്ധമാണ്. അള്ളാഹു തീരുമാനിച്ച കാര്യമാണത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കരുത്. നമുക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, മറ്റു വല്ല പ്രയാസങ്ങളും ഉണ്ടായി, ദുഃഖിക്കരുത് കേട്ടോ. പടച്ചവന്റെ വിധിയാ. അതിൽ അഭയം കണ്ടെത്താൻ വിശ്വാസിക്ക് കഴിയണം. ഏതൊരു പ്രതിസന്ധിയിലും അത് നമ്മെ രക്ഷപ്പെടുത്തും പ്രിയപ്പെട്ടവരെ. അതുപോലെ പറയുന്നു, നിങ്ങൾക്കവൻ നൽകിയതിന്റെ പേരിൽ, നമുക്ക് നേട്ടം ഉണ്ടായതിന്റെ പേരിൽ, സൗകര്യം ഉണ്ടായതിന്റെ പേരിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കുകയും ചെയ്യരുത്. ആ സൗകര്യം നാളെ എടുത്തു മാറ്റാൻ കഴിവുള്ളവനാ പടച്ചോൻ. അതിന്റെ പേരിൽ പടച്ചോന് നന്ദി അർപ്പിക്കേണ്ടവനാണ് നാം. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൽ ശുക്ർ പറയുകയും ചെയ്യുന്ന വിശ്വാസി എന്തൊരു അത്ഭുതമാണ് എന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഈ വിശ്വാസത്തിന് കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഷൈഇൻ ബിഖദർ ഹത്തൽ അജ്സി വൽ കൈസ്. എല്ലാറ്റിനും ഒരു മുൻ തീരുമാനമുണ്ട്. ബലഹീനതയ്ക്കും ബുദ്ധിശക്തിക്കുമൊക്കെ തന്നെ ഒരു മുൻ തീരുമാനമുണ്ട്. എന്നാൽ ഈ തീരുമാനത്തെ നമുക്ക് എങ്ങനെയാ അതിജയിക്കാൻ കഴിയുക? 1 പ്രാർത്ഥനയിലൂടെ, 2 പ്രവർത്തനത്തിലൂടെ. ഒരു അസുഖം ഒരാൾക്ക് വന്നാൽ അത് പടച്ചവന്റെ വിധിയാണെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല വേണ്ടത്, അടങ്ങിയിരിക്കുകയല്ല വേണ്ടത്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, ഒപ്പം ചികിത്സ നടത്തണം, വേണ്ട ചികിത്സ നടത്തണം. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള മന്ത്രാദി കർമ്മങ്ങളിലേക്ക് പോവുകയല്ല വേണ്ടത്. ആ രീതിയിൽ പ്രവർത്തിക്കുന്നവനായിരിക്കണം വിശ്വാസി എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. ഒരു ഖുർആൻ വചനം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തുൻ നഹ്ലിലെ 65-ാമത്തെ ആയത്ത്, ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. പ്രവാചകരെ അങ്ങ് പറയുക, ആകാശങ്ങളിലും ഭൂമിയിൽ ഉള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നില്ല. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരാരും മലക്കുകളാതി ആരും അദൃശ്യകാര്യം അറിയുന്നില്ല. ഇവിടെ ഒരുപാട് ജാറങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജാറം, എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുന്നവരെന്ന് വിശ്വസിപ്പിക്കുന്ന ജാറങ്ങൾ, വലിയുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ, ജീവിച്ചിരിച്ചവരും ജീവിക്കുന്നവരും മരിച്ചവരുമായ ആളുകൾ, ലോകം പോലും നിയന്ത്രിക്കുന്നത് അവരാണെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പോലും നിന്ദ്യമാക്കുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട്, ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ അറിയണം, അള്ളാഹു പറയുകയാണ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരാരും അദൃശ്യകാര്യം അറിയുകയില്ല കേട്ടോ, അല്ലാഹുവല്ലാതെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരിക.
ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരിക. ഒപ്പം നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക, നമ്മുടെ ഇണയെ ചേർത്ത് പിടിക്കുക, നമ്മുടെ മാതാപിതാക്കൾക്ക് ഉപദേശം നൽകുക, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ പരിസരത്തിലുള്ളവർക്കൊക്കെ തന്നെയും ഈ സന്ദേശം നൽകിയാൽ നാളെ അവരും നമ്മോടൊപ്പം സ്വർഗത്തിലുണ്ടാവും. നാളെ അവരും നമ്മെ ഒപ്പോലെ സ്വർഗത്തിന്റെ അവകാശികളായി തീരും. അതിന്റെ പ്രവർത്തനമായിരിക്കണം കുടുംബം സ്വർഗത്തിലെത്തിച്ചേരാൻ വേണ്ടി ഓരോ വിശ്വാസിയും നിർവഹിക്കേണ്ടത്. ഈ ആദർശ വിശുദ്ധി പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖാണ് നമ്മൾ പടച്ചവനോട് തേടേണ്ടത്. അത്തരത്തിൽ വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് കാരണവാനായ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ നല്ല ഒരു സൽക്കർമ്മമായിട്ട് കാരണവാനായ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരണവാനായ റഹ്മാനെ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ ഇനി പുറത്തു തരേണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കൊച്ചു കൊച്ചു പാപങ്ങളും പിഴവുകളുമൊക്കെ റബ്ബേ നീ പുറത്ത് മാപ്പാക്കി തരേണമേ അല്ലാ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അല്ലാ. ഞങ്ങളിൽ പലർക്കും മാറാരോഗങ്ങളുണ്ട്. മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് റഹ്മാനെ. അവരുടെ രോഗത്തിൽ നീ ശിഫയേകണമേ അല്ലാ, ആശ്വാസം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും പിരിഞ്ഞുപോയി വർഷത്തെ ഈ ലോകത്ത് ജീവിക്കുകയാണ് റഹ്മാനെ. അവരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ. അവർക്ക് നീ സ്വർഗം നൽകണമേ അല്ലാ. അവരിൽ നിന്നും വന്നുപോയ വീഴ്ചകളൊക്കെയും പുറത്തു മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഗസയിൽ ഫലസ്തീനിൽ ഒരുപാട് സഹോദരങ്ങൾ, കൊച്ചു കുട്ടികൾ, സഹോദരിമാർ വല്ലാത്ത ഒരു പരീക്ഷണത്തിന് വിധേയരായി കൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. അവർക്ക് നീ തുണയേകണമേ അല്ലാ. അവർക്ക് നീ സംരക്ഷണം നൽകണമേ റഹ്മാനെ. അവർക്ക് നീ ആത്യന്തിക വിജയം പ്രദാനം ചെയ്യണമേ അല്ലാ. അവർക്ക് നീ ഈമാനിന്റെ കരുത്ത് നൽകണമേ റഹ്മാനെ. അവരിൽ നിന്നും പിരിഞ്ഞുപോയവർക്ക് നീ ഷഹീദിന്റെ കൂലി നൽകണമേ റഹ്മാനെ. മക്കളായും യുവാവായും യുവതിയായും ഒക്കെ ജീവിക്കുന്നവർക്ക് അവർക്ക് നീ ഈമാനിന്റെ കരുത്ത് നൽകണമേ റഹ്മാനെ. അത്തരം പരീക്ഷണങ്ങൾ അവരിൽ നിന്ന് എളുപ്പം നീക്കി കൊടുക്കണമേ അല്ലാ. അവരെ വിശേഷം നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ശത്രുക്കളെ നീ ദുർബലപ്പെടുത്തേണമേ റഹ്മാനെ. നീ ദുർബലപ്പെടുത്തേണമേ റഹ്മാനെ. നീ പരാജയപ്പെടുത്തേണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.